ഹലോ ഡി വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സെൽവ റഷീദ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് പൂവാര ക്ലബ് മഹീന്ദ്ര റിസോർട്ടിലെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്ദേ ഭാരത് കയറി തിരുവനന്തപുരത്ത് വേറെയും കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് ആ റിസോർട്ടിലെത്തി. റിസപ്ഷൻ പൂളൊക്കെ അടുത്താണ്. അപ്പോൾ അവിടെ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ ഏതായാലും റൂമിൻ്റെ അടുത്തെത്തി. ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ബാക്കിൽ കണ്ട ബിൽഡിങ്ങിലാണ് ഇപ്പം ഞങ്ങളുടെ സ്റ്റേ വരുന്നത്. അപ്പോൾ ഞങ്ങളെ ഹോസ്റ്റ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് കാര്യങ്ങളൊക്കെ. പ്രൈവറ്റ് പൂൾ വില്ലാസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നെല്ലിമരം, സപ്പോട്ട, അവിടെ രണ്ട് മാവ് ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിലും നല്ല കായ്കളുണ്ട്. മാവിലൊക്കെ മാങ്ങുണ്ട്. കുറേ മാവ് സപ്പോട്ട ഒക്കെ ഉണ്ടല്ലേ. റിസപ്ഷനിൽ നമുക്ക് ഓടിക്കാൻ സൈക്കിളുണ്ട്. സൈക്കിൾ ഓടിക്കാൻ നല്ല ഏരിയ ഉണ്ട്. നല്ല രസമായിരിക്കും സൈക്കിൾ ഓടിക്കാൻ. ഹാപ്പി ഹബ് വിരാജ്പേട്ടിൽ പോയൊരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള പോലെ ഹാപ്പി ഹബ് പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് പോയി നോക്കണം. നമ്മൾ കിഡ്സ് പ്ലേ ഏരിയ തിരഞ്ഞു പോയതാണ്. ജമോളെ ആരാ ഈ ഇരിക്കണ? ഇയാളടുത്തൊന്നും ഇരുന്ന നല്ല വെയിറ്റ് ഉണ്ട്. അതാ എനിക്ക് തരാൻ പറഞ്ഞ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ക്ലബ് മഹീന്ദ്ര റിസോർട്ട്സിൽ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം ഹാപ്പി ഹബ്ബാണ്. നല്ല ആക്ടിവിറ്റീസും പ്ലേ ഏരിയ ഒക്കെ ആയിട്ട്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, സ്ക്വയർ ലഗൂണ് റെസ്റ്റോറൻ്റാന്ന് തോന്നുന്നു. പൂളും റിസപ്ഷനൊക്കെ ഇതാ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ക്ലബ് മഹീന്ദ്രയുടെ വിരാജ്പേട്ടിൻ്റെ അത്രയൊക്കെ ഇല്ലെങ്കിലും ഇതും നല്ല ഏരിയ ഉണ്ട്. സൈക്ലിങ്ങിനാണെങ്കിലും മറ്റ് ആക്ടിവിറ്റീസിനാണെങ്കിലും പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു അറ്റത്ത് കായലിൻ്റെ സൈഡിലാണ് ആ ഒരു വ്യൂ ഉണ്ട്. പൂളുണ്ട്. പിന്നെ ഗാർഡനാണ്. ഇവരുടെ മോസ്റ്റ് ഓഫ് ദ റിസോർട്ടുകളിലും ഗാർഡൻ വളരെ നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട്. പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഔട്ട്ഡോർ വേറെ ഇൻഡോർ വേറെ ഒക്കെ ഉണ്ടാവും. ഇത് ഔട്ട്ഡോർ പ്ലേ ഏരിയ ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അവിടെ ബോട്ടിങ് പോണ്ട്, മീൻ പിടിക്കുന്നത്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. Aquaponics ആണ് കേട്ടത്. Aquaponics. In an aquaponic system, water from an aquaculture system is fed to a hydroponic system where the byproducts are broken down by nitrifying bacteria, initially into nitrates and subsequently nitrates that are utilized by plants as nutrients. Then water is recirculated back to aquaculture. Here we have 220 fishes in 2 tanks and it will be harvested in 6 months. 2 ടാങ്കിലും കൂടെ 220 ഫിഷസ് ഉണ്ട്. 6 മാസം കൂടുമ്പം അതിനെ ഹാർവെസ്റ്റ് ടൈം എടുക്കുന്നതാണ്. അപ്പം ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ. വെള്ളത്തിൽ നിന്നും എന്താ പറയുക, ബൈ പ്രോഡക്ട്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നൈട്രേറ്റ്സിലേക്ക് മാറ്റിയിട്ട് അത് പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെയാണ്. എന്നിട്ട് ഈ സിസ്റ്റത്തിൽ നിന്നും ഉണ്ടായ പ്ലാന്റ്സാണിത്. പുതിനയില, മിന്റ് ലീവ്സ്.
ബോട്ടിങ്ങിന് പോകുന്ന പോയിന്റ്സ് ആണെന്ന് തോന്നുന്നു. വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ പോയിന്റാണ്. സ്വിങ് ഉണ്ട്. എവിടെ? അവിടുന്ന് നമ്മളിപ്പോൾ കുറച്ച് ദൂരം നടന്ന് ഇങ്ങനെ ഇവിടെ എത്തി. ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും ഈ പോയിട്ട് ഇങ്ങനെ കൂടിച്ചേരുന്ന കടലിലേക്കാണ്. അപ്പുറം കടലാണ്. സിമന്റ് മരമാണ്. ഒരു നീന്തി പോണ താറാവുകളില്ലേ? അവിടെ അവിടെ